എൻ്റെ പേര് രാഹുൽ. എൻ്റെ കുടുംബം: അച്ഛൻ ബാങ്കിൽ ജോലി ചെയ്യുന്നു, അമ്മ ഗൃഹിണി. ഞങ്ങളുടെ ജീവിതം സർവ്വസാധാരണമായിരുന്നു. ഞാൻ ഒഴിവു സമയങ്ങളിൽ പാട്ടുപാടുകയും ഗിറ്റാർ വായിക്കുകയും ചെയ്തു കൂട്ടുകാരുടെ കൂടെ സമയം ചിലവഴിക്കാറുണ്ടായിരുന്നു. കോളേജിൽ ചേർന്നപ്പോൾ എൻ്റെ ജീവിതം മാറി. അവൾ വന്നു. അനന്യ. എന്ത് പേരാണ് അത്? അവളുടെ കുടുംബം കലയും സാഹിത്യവും കൊണ്ട് നിറഞ്ഞതാണ്. അവളുടെ അച്ഛൻ ഒരു സാഹിത്യകാരൻ, അമ്മ ഒരു നർത്തകി. അനന്യയുടെ സൗന്ദര്യം ഒരു കവിത പോലെയാണ്. അവളുടെ കറുത്ത മുടി, ചന്ദ്രനെ ഓർമ്മിപ്പിക്കുന്ന മുഖം, ചെറിയ ചിരി, എല്ലാം ഒരുമിച്ച് ചേർന്ന് അവളെ ഒരു സ്വപ്നസുന്ദരിയാക്കി മാറ്റി. അവളുടെ കണ്ണുകൾ, അവയിൽ ഒളിഞ്ഞിരിക്കുന്ന ആഴം, എന്നെ മന്ത്രവിദ്യയിൽ കുടുക്കി. ഞങ്ങൾ ഒരേ ക്ലാസ്സിൽ ആയിരുന്നു. ആദ്യം ഞാൻ അവളോട് സംസാരിക്കാൻ പോലും ധൈര്യപ്പെട്ടില്ല. അവളുടെ സാന്നിധ്യം എന്നെ അസ്വസ്ഥനാക്കും. പക്ഷേ ഒരു ദിവസം കോളേജ് കൾച്ചറൽ പ്രോഗ്രാമിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട അവസരമുണ്ടായി. ഞാൻ ഗിറ്റാർ വായിക്കുകയും അവൾ നൃത്തം ചെയ്യുകയും ചെയ്തു. അന്നു മുതൽ ഞങ്ങൾ തമ്മിൽ ഒരു സൗഹൃദ ബന്ധം രൂപപ്പെട്ടു. ദിവസങ്ങൾ കടന്നുപോയി. എനിക്ക് അവളെ കാണാതെ ഒരു ദിവസം പോലും ജീവിക്കാൻ കഴിയാതെ വന്നു. അവളുടെ ചിരി, അവളുടെ സംസാരം, അവളുടെ സാന്നിധ്യം, എല്ലാം എന്നെ ഒരു മായാലോകത്തിലേക്ക് കൊണ്ടുപോയി. അവൾക്കും എൻ്റെ കൂടെ സമയം ചിലവഴിക്കാൻ വലിയ താൽപ്പര്യം ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പല ദിനങ്ങൾ ഒരുമിച്ചു ചിലവഴിച്ചു. ഒരു മഴയുള്ള ദിവസം കോളേജ് മൈതാനത്തിൽ ഞാൻ അവളോട് തുറന്നു പറഞ്ഞു, അനന്യ, നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഒരു സ്വപ്നം പോലെയാണ്. നിന്നെ കാണാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അവളുടെ കണ്ണുകളിൽ നീരുകൾ തിളച്ചു. രാഹുൽ, നീയും എൻ്റെ ജീവന്റെ ജീവനാണ്, അവൾ പറഞ്ഞു. അന്നു മുതൽ ഞങ്ങളുടെ പ്രണയം ഒരു മഴവില്ല് പോലെ മനോഹരമായി. അവൾ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി. എൻ്റെ ആദ്യ പ്രണയം എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ അധ്യായമായി മാറി. അനന്യ, നീ എൻ്റെ ഹൃദയത്തിൽ എന്നേക്കും.